ചുട്ടുപൊള്ളിക്കുന്ന ചൂടിൽ പഴശ്ശി സംഭരണ പ്രദേശത്തെ ശുദ്ധജല മത്സ്യകൃഷി പദ്ധതിയിലെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. എടക്കാനം വള്ളിയാട് മേഖലയിൽ ശാസ്ത്രീയ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലുള്ള ശുദ്ധജല മത്സ്യകൃഷിയിൽ നിന്നുള്ള മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യ കർഷക വികസന ഏജൻസിയിൽ നിന്നും സാമ്പത്തിക സഹായത്തോടെ നടത്തുന്ന പദ്ധതികളിൽ വിളവെടുപ്പിന്റെ ഭാഗമായ മത്സ്യങ്ങളാണ് കൂട്ടത്തോടെ ചത്തത്. പഴശ്ശി പദ്ധതിയുടെ വെള്ളത്തെ ആശ്രയിച്ചാണ് മത്സ്യകൃഷി നടത്തുന്നത്. കൊടും ചൂടിൽ പഴശ്ശി അണക്കെട്ടിൽ ദിനംപ്രതി 3-5 സെന്റിമീറ്റർ വരെയാണ് വെള്ളം താഴുന്നത്. ഇതോടെ ശുദ്ധജല മത്സ്യത്തടകങ്ങളിലും കുളങ്ങളിലും വെള്ളത്തിൻ്റെ വലിയ കുറവുണ്ടായി. ജലനിരപ്പ് കുത്തനെ താഴുന്നതോടെ കനത്ത വേലിൽ വെള്ളത്തിൻ്റെ ഊഷ്മാവ് ക്രമാതീതമായി ഉയർന്നതാണ് മത്സ്യ വളർത്തലിന് തിരിച്ചടിയായതെന്ന് കർഷകർ പറയുന്നു. വള്ളിയാട് ചെറുകോട് യുവതാര സ്വയം സഹായ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മത്സ്യകൃഷിക്കായി 60,000 കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരുന്നു. ഇതിൻ്റെ മുന്നിൽ 2 ഭാഗവും കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്തുപൊങ്ങി. വള്ളിയാട് തന്നെയുള്ള ബാലൻ്റെ നേതൃത്വത്തിലുള്ള സംരംഭകർ വളർത്തുന്ന മത്സ്യകൃഷിക്കും വൻ നഷ്ടമാണ് ഉണ്ടായത്. വിൽപ്പനയ്ക്ക് തയ്യാറായ 1 കിലോയ്ക്ക് മുകളിലുള്ള മത്സ്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടത്തോടെ ചത്തത്. ചത്ത മത്സ്യങ്ങൾ വെള്ളം കുറഞ്ഞ വളർത്തു കേന്ദ്രങ്ങളിൽ നിന്നും മാറ്റിയില്ലെങ്കിൽ അവശേഷിക്കുന്ന മത്സ്യങ്ങളെയും ബാധിക്കും. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അബ്ദുൽ ബ്ലാത്തൂർ, ഏജാനെറ്റ്.